അപ്പോൾ ഞങ്ങൾ അടുത്ത് പോകാൻ പോണത് ഫിലിമി ദുനിയയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫിലിമി ദുനിയയിലേക്ക് കയറുകയാണ്. അവിടുത്തെ ഷോയാണ്. റാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകളിൽ ഏറ്റവും ആകർഷണീയമായ ഒന്ന് തന്നെയാണ് ഫിലിമി ദുനിയയിലെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഫിലിമി ദുനിയ. സിനിമയിലെ എല്ലാ കാഴ്ചകളും, അതായത് ഒരു സിനിമ ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വണ്ടർലായിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മായാവി കേവിലൂടെ പോകുന്ന ഒരു യാത്രയില്ലേ, അതുപോലുള്ളൊരു യാത്രയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലൊരു യാത്രയായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ പാസ് ചെയ്തത്. അപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ഈ ഫിലിമി ദുനിയ. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാവാതെ തന്നെ ഇത് കാണണം. അപ്പോൾ ഇതിൽ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാഴ്ചകളെല്ലാം കാണാം. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏത് ആളുകൾക്ക് കയറി കഴിഞ്ഞാലും ബോറടിക്കാതെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മുതിർന്ന ആളുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കാണാനും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ പല കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മുഴുവനായിട്ട് മനസ്സിലായില്ല എന്ന് വരാം. അതുകൊണ്ട് തന്നെ റാമോജിയിൽ നിങ്ങളുടെ കാഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കണം ഫിലിമി ദുനിയ. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുമ്പോൾ ഇത് ചെറിയ പാവക്കുട്ടികളൊക്കെ നിൽക്കുന്ന പോലെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല, ഒരാളുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ഇത് പാവകളാണെന്ന് പോലും നമുക്ക്, അല്ലെങ്കിൽ ഒരു എന്തെന്ന് പറയുന്നത് ബൊമ്മകളാണ് ഇതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ ഞങ്ങൾ ഫിലിമി ദുനിയ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴും ആ കാഴ്ചകളുമായി ബന്ധപ്പെട്ട ഐറ്റങ്ങളാണ് ഇവിടെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇതൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിലാണ്. ഫിലിമി ദുനിയയെക്കുറിച്ചുള്ള കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.